ഒരു ജീവിതമല്ലേ ഉള്ളൂ, ജീവിക്കണ്ടേനെയാ. നീ അവിടെ ഒന്ന് പഠിച്ചാ മതി. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ലാതെ പിന്നെ ആര്? അതെ, ഞാനല്ലാതെ പിന്നെ ആര്? ഓക്കെ, അപ്പോൾ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസ് എൻ്റെ ഇൻസ്റ്റാ പേജും യൂട്യൂബ് ചാനലും നോക്കൂ കേട്ടോ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ വീഡിയോസ് ഒന്ന് കാണാം. കാരണം വെച്ചാൽ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസ് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് നിൽക്കുന്ന സ്റ്റുഡൻസ്, ഡിഗ്രി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് നോക്കൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് DM ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഇൻസ്റ്റയില്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസിലേക്ക് തന്നെ എത്തണം ചെയ്യേണ്ടി വരുന്നത്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഏജൻസി അല്ല, അത് ആദ്യമേ ഞാൻ പറയാം, ഏജൻസി അല്ല. അപ്പൊ എന്റെ ഇതിന് നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതനുസരിച്ചിട്ട് പറയുന്നത്. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി എത്ര എന്റെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസിന്റെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ ഇൻസ്റ്റയിൽ തന്നെ എങ്ങനെ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ ബേസിക് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി, അല്ലെങ്കിൽ കമന്റ്സ് ഇട്ടാലും മതി. പക്ഷെ സ്റ്റുഡൻസിലേക്ക് എത്തുന്നില്ല, അതാണ് എന്റെ. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ പിന്നെ എനിക്ക് നമ്മുടെ സംസാരം കേൾക്കാൻ ആരും ഇപ്പോൾ ഈ ടൈമിൽ ഇപ്പൊ ഈ ഒരു സിനാരിയോയിൽ വില്ലിംഗ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ കാണാം, ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ, അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, സേവ് ചെയ്ത് വെച്ചപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഒരു ഏജൻസിയെ സമീപിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന്, ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസ്, എന്റെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചതിക്കുഴിയിൽ പെടാണ്ട് ജസ്റ്റ് ഒന്ന് എന്റെ വീഡിയോസോ അല്ലെങ്കിൽ എന്നോട് ഡയറക്റ്റ് DM ചെയ്താലും മതി. ഓക്കെ, വീഡിയോസ് കാണാൻ പറ്റുന്ന കറക്റ്റ് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ചില കുട്ടികൾക്കൊക്കെ അറിയാന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഡയറക്റ്റ് DM ചെയ്യണം. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റുഡൻസ് വീഡിയോസ് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുക, ഏത് ടൈമിൽ ഞാൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളൂ. കമന്റ്സ് ഇടാൻ ബുദ്ധിമുട്ടുന്ന സ്റ്റുഡൻസ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും പ്രശ്നമില്ല. കാരണം വെച്ചാൽ കമന്റ്സിൽ തന്നെ DM തന്നെ സ്റ്റുഡൻസ് പറയുന്നത് ചേച്ചി എനിക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് തന്നെ. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.